പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി കൊങ്ങികളാണ് അയ്യപ്പ. അപ്പൊ എനിക്ക് ഡയസിലിരിക്കാവോ? ഞങ്ങക്ക് പ്രതിഷേധം വരൂ. അവരാണല്ലോ കേറിയത്. അതേന്നെ ഞങ്ങള് കേറുമ്പോ അവര് കേറുമ്പോ ഓഹോ. പണ്ട് ശിവൻകുട്ടി അതിന്റെ മണ്ടേ കയറി രണ്ട് സമരം കാണിച്ചതിന് ഇന്നും ആ പേര് എന്താ കാണിച്ചതെന്ന് ഓർമ്മയുണ്ടായിരുന്നോ തനിക്ക്? പിന്നെ എന്തായാലും സമയമാണോ സമരം പ്രതിഷേധമാണോ അത് കാണിച്ചതിന്റെ മറ്റേ സാദത്ത് അവിടുന്ന് വലിഞ്ഞ് ഇങ്ങോട്ട് കേറാൻ വന്നപ്പോഴത്തേക്ക് ഷംസീർ ഒന്ന് ഞെട്ടി. ഇങ്ങോട്ട് കേറാൻ, അതായത് ഇങ്ങോട്ട് കേറാൻ ശ്രമിച്ചതേ ഉള്ളു ഡയസിലോട്ട്. അതുപോലെ ആയിരുന്നു ശിവൻകുട്ടി. പിന്നെ ശിവൻകുട്ടിയുടെ സമരം വേറെ അഭ്യാസമായിരുന്നു. അതെ, ശിവൻകുട്ടിയുടെ അഭ്യാസം എന്താണെന്ന് എല്ലാരും കണ്ടു. മേലിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് മുണ്ടും പൊക്കി കേട്ടി വാച്ചാൻമാരുടെ തോളിക്കൂടെ കേറി കുട്ടിക്കരണം മെരിഞ്ഞു ഒരുമാതിരി കൊരങ്ങു വന്ന പോലെ. ഡയസിന്റെ മുകളിൽ കയറുമ്പോ താഴെ മനുഷ്യരല്ലേ നിക്കണത്. ഞാൻ ചോദിക്കട്ടെ, എടാ അതിന് മറ്റേ വാച്ചാൻ വാർഡുമാരുടെ തോളത്തൂടെ ചവിട്ടിയാണോ പോകുന്നത്? പിന്നെ അവർ സ്പേസ് എന്തില്ലെങ്കിൽ അവർ തോളത്തൂടെ മണ്ണെ കൂടി ചവിട്ടി കയറി പോകും. ഞങ്ങളുടെ സമരം ഞങ്ങൾ ചെയ്യുമ്പോ അവര് ചെയ്യുമ്പോ അതല്ല കോമഡി, അതൊന്നുമല്ല. പ്രതിപക്ഷം ഇന്ന് വലിയ പ്രതിഷേധം ശബരിമലയുമായി ബന്ധപ്പെട്ട് സഭയെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഓർത്ത് അന്നത്തെ പോലെ അടി നടക്കുമെന്ന്. പിന്നെ ഇവരായതുകൊണ്ട് വലിയ അടിയൊന്നും നടക്കത്തില്ലെന്ന് നമുക്കറിയാം. തിരിച്ച് നിങ്ങളായിരുന്നെങ്കിൽ മറ്റേ സഭ തിരിച്ചു വെച്ചേനെ. പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് ഒരു വഴി കൂടെ CPM നേതാക്കൾ മറ്റേ പോസ്റ്റ് ഇട്ടും വിമർശിച്ചും ഒക്കെ രംഗത്ത് വന്ന് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാവോ? സഭയിൽ മാന്യത പാലിക്കണം. അതേ മാന്യതയില്ല, പബ്ലിസിറ്റി ഇത് തന്നെ ലക്ഷ്യം. നിങ്ങളാണോ മാന്യതയെ കുറിച്ച് പറയുന്നത്? സഭയിലെ മാന്യതയെ കുറിച്ച് ഞങ്ങളിപ്പോ മാന്യരാണ്. അവർക്കിട്ടില്ലാത്ത 10 വർഷം, വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം. കിടക്കുന്നത് അതാണ് മറ്റേ ഈ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം. മറ്റേ അമ്പല കമ്മിറ്റിയുടെ അവിടെ ഒക്കെ എഴുതി വെക്കേ. എന്തായാലും ഇലക്ട്രിസിറ്റി ബില്ലിൽ എഴുതുന്നുണ്ടല്ലോ 10 വർഷത്തെ മറ്റേ കറണ്ട് കെട്ടില്ലാത്ത 10 വർഷം. അത് പരസ്യം ഇടയ്ക്ക് പറയുന്നതാ. ഞങ്ങൾ മാന്യതയുടെ നിറകുടങ്ങൾ. ഒരു കാലത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി, അത് എപ്പോഴും പറ്റില്ലല്ലോ. ഇത് ഇന്ന് കാണിച്ചു കൂട്ടിയത് എന്തോന്ന്? നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകാൻ പാടുണ്ടോ? പിന്നെ ഞങ്ങളല്ലേ ഭരണപക്ഷം. നമുക്ക് അത് ശരിയാ. ഭരണപക്ഷത്തിരിക്കുമ്പോ ഇവര് മറ്റേ നല്ലവരാണ്, ഇവർ മാന്യരാണ്. അത് മറ്റേ ഇവരുടെ അത് ശരിയാണ്. ഇവരുടെ മറ്റേ അങ്ങ് കണ്ണൂരിലെ കുറെ പാർട്ടി നേതാക്കൾ ആകാശ് തില്ലങ്കേരിയും അർജുനായെങ്കിലും ഒക്കെ പറഞ്ഞായിരുന്നു അന്ന് മറ്റേ ആർഷോയ്ക്ക് പാലക്കാട് ഒന്ന് ഇടി കിട്ടിയപ്പോ ആ ജിമ്മൻ എടുത്തിട്ട് ഇടിച്ചില്ലേ ആ പേങ്ങാമണിയൻ. ജിമ്മനൊന്നും പറയണ്ട, ആ പേങ്ങാമണിയൻ എടുത്തിട്ട് ആർഷോനെ ഇടിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഭരണപക്ഷത്ത് തന്നെ ഇരിക്കുന്നതാണ് ഇവിടെ കൊങ്ങികൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അതുപോലെയാണ് ഇവർ ഭരണപക്ഷത്തിരുന്നാലേ ഇവർ മെനയുള്ളവരാകും, അല്ലാത്തപ്പോ ഇവർ മെനകെട്ടവരാണെന്ന്. രാഷ്ട്രീയ കൊലപാതകമില്ലാത്ത 10 വർഷം അതെടുത്ത് പറയണം കേട്ടോ, എടുത്ത് പറയണം. അപ്പൊ നിങ്ങൾ പ്രതിപക്ഷത്തായാൽ ഞങ്ങള് കൺട്രോൾ വിടും, ഞങ്ങൾ കൺട്രോൾ പോകും. പിന്നെ ഇവിടെ ഞങ്ങൾ സമാധാനത്തിന്റെ നിങ്ങൾ ഈ ശബരിമല കേൾക്കുമ്പോഴത്തേക്ക് എന്തിനാണോ ഇങ്ങനെ ചാടിത്തുള്ള നടക്കുന്നത്? അവർക്ക് ശബരിമല ഞാൻ പറയട്ടെ ആഘോഷമൊക്കെ എന്തോന്നിരിക്കണേ. അവിടെ അവര് ശബരിമല എടുത്തിടുമ്പോ നിങ്ങൾ തിരിച്ചു പറയണം. മറ്റേ കഴിഞ്ഞ നിയമസഭയിൽ മറ്റേ ശിവൻകുട്ടി പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയാണ് അയ്യപ്പന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പാട്ട് പാടിയില്ലേ? ഞങ്ങൾ പാട്ട് പാടിയില്ല, അതിനുള്ള അവസരം കിട്ടി. അവര് പാടിക്കൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ എന്തിനു പാടുന്നത്? ഞങ്ങൾക്ക് നേരമില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ഫ്ലോപ്പ് ആയായിരുന്നു? ഞങ്ങള് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സ്പീക്കർ എഴുന്നേറ്റ് ഒറ്റ പോക്ക് തിരിച്ചറിഞ്ഞു വന്ന്. അത് പിന്നെ ആരായാലും ഒന്ന് പേടിക്കത്തില്ലേ? മറ്റേ ഡയസിലേക്ക് ചാടി കയറി വരുമ്പോഴത്തേക്ക് മാന്യത എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? ഒന്നിനാ കസേര ഒന്ന് ബഹുമാനിക്കണ്ടേ? സ്പീക്കർ ഡയസ് എടുത്ത് വലിച്ചെറിഞ്ഞത് ആരായിരുന്നു? കസേര എടുത്തെറിഞ്ഞത് ആരായിരുന്നു? നാനാ. ടേബിള് വലിച്ചു കീറിയത് ആരായിരുന്നു? നാനാ. പ്രതിപക്ഷം. ഭരണപക്ഷം. ഓഹോ, അപ്പൊ ഇന്ന് ഇവര് ഇങ്ങനെ പ്രതിഷേധിച്ചാൽ നാളെ ഇവര് ഭരണപക്ഷത്ത് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെയാണല്ലോ കാര്യങ്ങളൊരു കിടപ്പ്. സോറി, അല്ല ഞാൻ പറയട്ടെ, റോഡുകളെല്ലാം ശരിയായി 10 വർഷം കൊണ്ട്. അല്ലല്ല, നമ്മൾ റോഡുകളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ശബരിമലയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ശബരിമലയിൽ പോണ്ട. സ്വാഭാവിക 10 വർഷം ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. തന്റെ ലോഡ് ഷെഡിങ് ഞാൻ കേട്ടോ, തന്റെ മൂലം മറ്റത് ഇവിടെ നാട്ടുകാർ കറണ്ട് അടുപ്പിക്കും. മിണ്ടാതെ അവിടെ കാര്യം നിന്നോ. എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. എന്തേ കുറ്റപത്രം എവിടെ?
ഇതുവരെ AKG സെന്ററിൽ നിന്ന് എഴുതി കഴിഞ്ഞില്ലേ? AKG സെന്ററിലാണോ കുറ്റപത്രം അല്ല, എഴുതുന്നത്? നിങ്ങളുടെ കാലത്ത് അങ്ങനെയാണല്ലോ. മാനവരെ, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ മാനവരെ അങ്ങനെയല്ലേ? മാനവരെ ഇവരുടെ കാലത്ത് AKG സെന്ററിൽ നിന്നല്ലേ കുറ്റപത്രം എഴുതുന്നത്? മാനവരെ, നിങ്ങൾ ഇത് വിശ്വസിക്കരുത്. ഞങ്ങൾ പോലീസ് അയ്യോ, നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുന്ന പോലീസ് രാജ് രാജോ? ഒന്നുമില്ല. അപ്പൊ ഉണ്ടായിസാണെന്ന് നിങ്ങൾ അങ്ങ് സമ്മതിക്കുന്നുണ്ടല്ലേ? പോലീസ് രാജ് ഇല്ലാത്ത 10 വർഷം. പോലീസ് രാജില്ലാത്ത 10 വർഷം. എന്നിട്ട് കൊറേ 10 വർഷം എടുത്തിട് പറ. കൊറേ ഉണ്ട്, ഞാൻ നാളെ നോക്കിട്ട്. പക്ഷെ ഇന്നെന്താ നിങ്ങളുടെ അണ്ണാക്കിലെ പിരിവെട്ടിപ്പോയത്? ഇന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു. പബ്ലിസിറ്റി സ്റ്റണ്ട്, പ്രതിപക്ഷം കാണിക്കുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ട്. അശ്വനി, കള്ളം പിടികൂടി. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞത്? ഇന്ന് എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ കോൺഗ്രസ് പറയണ MLA സ്ഥാനം അയോഗ്യനാക്കേണ്ട ആവശ്യമില്ലെന്ന്. അത് പറയണത് ആര്? സതീശൻ. അല്ല, നിങ്ങളുടെ എത്തിക്സ് കമ്മിറ്റിയുടെ എനിക്ക് 10 വർത്തമാനം പറയാനുണ്ട്. എവിടെ മുകേഷിനെതിരെ മാറ്റി നിർത്തിയായിരുന്നോ? അത് എത്തിക്സ് കമ്മിറ്റി മുമ്പാകെ വന്നു. അല്ല, അതെന്താ? അത് നിങ്ങൾ നോക്കിയപ്പോ എത്തിക്സ് അങ്ങോട്ട് തീവ്രതയില്ല. അതിൽ തീവ്രത കുറവായിരുന്നു. ഞങ്ങൾ എത്തിക്സ് നോക്കിയെല്ലാം ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ എത്തിക്സിനനുസരിച്ച് അത് വന്നിട്ടില്ല. അതെ. P ശശിയുടെയും PK ശശിയുടെയും മറ്റേ മുകേഷിന്റെയും ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് അത്ര തീവ്രത ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങ് വെറുതെ വിട്ടു. അവരാണ് എത്തിക്സ് കമ്മിറ്റിയിലൂടെ നടപടി എടുക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ എന്തുകൊണ്ട് അയോഗ്യനാക്കാൻ സമ്മതിക്കുന്നില്ല കോൺഗ്രസ്? കോൺഗ്രസ് ആണ് എതിർപ്പുമായിട്ട് വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് സമ്മതിക്കുന്നില്ല? നിങ്ങൾ ഇരട്ടത്താപ്പിലേക്ക് മനസ്സിലായി. നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അടുത്ത് 2 വർഷം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം താനിതല്ലോ ഇവിടെ ഇത് പറഞ്ഞത്. അയ്യോ, ആ പാവം പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ മറ്റേ സതീശൻ ചവിട്ടി വെളിയിലാക്കിയെന്നല്ലേ? ഇവിടെ എവിടെയല്ലോ ഒരിടത്ത് നില്ലട്ടോ. ഞങ്ങള് പിന്നെ അത് പ്രശ്നമുണ്ട്. ഈ എത്തിക്സ് കമ്മിറ്റി നടപടി എടുത്തു കഴിഞ്ഞാൽ ചോദ്യം വരും, മുകേഷിനെതിരെയൊക്കെ എന്ത് നടപടി എടുത്തെന്ന്. അപ്പൊ എന്ത് പറയും? നിങ്ങളുടെ മൂട്ടിൽ തന്നെ വീണ് പൊട്ടും സംഭവം. ഇനിയിപ്പോ ഒരു 2-3 മാസം നിയമസഭയിൽ വരാതിരുന്നാ പോരെ? എന്തിനാലും പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയോ അല്ല, എനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പാർട്ടിക്കകത്ത് നിന്നല്ല, പാർട്ടിക്ക് പുറത്തു നിന്നാണെന്ന്. അപ്പൊ നിങ്ങളായിരിക്കും ഗൂഢാലോചനയൊക്കെ നടത്തുന്നത്. കഷ്ടം തന്നെ. BJP-കാരും ആയിരിക്കും. അതെ. CM ഓഫീസിലേക്ക് നേരിട്ട് ചില പരാതികൾ കിട്ടുന്നു. ചാടി ഇറങ്ങുന്നു, ഓടുന്നു, ചാടുന്നു, പ്രതിയെ പിടിക്കൂ എന്ന് വീമ്പിളക്കുന്നു. പിന്നെ BJP-ക്ക് കൊണ്ടുപോയി കൊടുക്കണോ പരാതി? മോദിക്ക് കൊണ്ട് കൊടുക്കണോ പരാതി? സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കല്ലേ പരാതി നേരിട്ട്? അപ്പൊ ഇവിടെ പോലീസ് സംവിധാനം എന്തിനാണ്? പോലീസിൽ വിശ്വാസമുണ്ട്. വിശ്വാസമില്ലല്ലേ? അതല്ല, പെട്ടെന്ന് മറുപടി കിട്ടാൻ വേണ്ടി പെട്ടെന്ന് മുഖ്യമന്ത്രി. അയ്യോ, എന്നിട്ട് PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ അവര് കൊണ്ട് പരാതി കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാ വിവാദം വന്നപ്പോഴാ അത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാ പരാതി കൊടുത്തത്. ചില കേസുകളിലെ തിടുക്കം വരുള്ളൂ. ചില കേസുകളിലെ വരുത്തുള്ളൂ. അതുകൊണ്ട് എന്താ പുറകെ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇവരുടെ മൂട്ടിൽ തന്നെ വീണങ്ങ് പൊട്ടി. ഓന്റെ ജനപിന്തുണയും കൂടി പിണറായിക്ക് തെറിവിളിയും കിട്ടി. വല്ല കാര്യം ഉണ്ടായിരുന്നു? വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് അവസരം സ്പേസ് കൊടുത്തവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്ത് തെളിയിക്കാനാണ് ശ്രമിച്ചത്? ആ പെൺകുട്ടികളെ വീണ്ടും സൈബർ ആക്രമണത്തിലേക്ക് അഴിച്ചുവിടാനല്ലേ നിങ്ങൾ ശ്രമിച്ചത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളൂ. ഇനി ചോദിക്കാൻ വന്നിരുന്ന ആളാകട്ടെ ഒന്നും ചോദിക്കണമില്ല, എല്ലാം കേട്ടോണ്ടിരിക്കണം. ആ, രാഹുലേട്ടൻ പറയുന്നത് തന്നെ ശരിയാണ്. നീ പറഞ്ഞു എന്നാലും ആ കഥാപ്രസംഗം ഇവിടെ കാണിക്കാൻ എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കൈ ഇങ്ങനെ പിടിച്ചായിരിക്കും രാഹുലിനെ കൊണ്ടിരുത്തിയത്. ആളെ പിണക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. എല്ലാം പറഞ്ഞ് അങ്ങ് ഇറക്കാണ്, ന്യായീകരിച്ചങ്ങ് മെഴുകാണ്. എന്നിട്ട് 2 കുറ്റവും ഞങ്ങളെ കുറ്റം പറയുന്നു. നിങ്ങളെ കുറ്റം പറഞ്ഞു? നിങ്ങളുടെ പേരെടുത്ത് വല്ലതും പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും? പറയാതെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നല്ലേ പറഞ്ഞുള്ളൂ? അതങ്ങനെയല്ല, പറയാതെ പറഞ്ഞെന്നറിയാമോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് പിടിച്ച് ജയിലിൽ കിടത്തണമെന്ന്. ഞങ്ങളെ നിർബന്ധമായിരുന്നു എന്ന് രാഹുലിനെ പിടിച്ച് ജയിലിൽ കിടത്തണമെന്ന്. മൂന്നാം പരാതി വന്നപ്പോഴേ നാട്ടുകാർ ഇത് ആദ്യം പറഞ്ഞായിരുന്നു. എന്തോന്നാ ഇത് മറ്റേ 1ഉം 2ഉം പഴച്ചപ്പോഴത്തേക്ക് മൂന്നാമത്തേൽ കയറി പിടിച്ചതാണെന്ന്. അതന്നെ പറഞ്ഞത്. അത് രാഹുലും പറയുന്നത്. അതവിടെ നിൽക്കുന്നത്. നമുക്ക് പെണ്ണ് കേസ് വേണ്ട, നമുക്ക് പൊന്നു കേസിലേക്ക് വരാം. എന്തായി ശബരിമല? പവർ കട്ടില്ലാത്ത 10 വർഷം, വെള്ളക്ഷാമം ഇല്ലാത്ത 10 വർഷം, ഫുഡ് പട്ടിണിയില്ലാത്ത 10 വർഷം, റോഡ് ടാറുകളിട്ട 10 വർഷം, റോഡുകളൊക്കെ ഹൈടെക് ആയ 10 വർഷം. ഇനി 10 വർഷം പിണറായി വികസിച്ച 10 വർഷം അല്ല, വികസിച്ച 10 വർഷം. പിണറായി വികസനം നടപ്പിലാക്കിയ 10 വർഷം. കേരളത്തിൽ വികസനം നടപ്പിലാക്കിയ 10 വർഷം. അല്ല, എനിക്കറിയാൻ പാടില്ല. ഇതിനു മുമ്പ് ഇവിടെ കേരളം ഇല്ലായിരുന്നു. കേരളം ഉണ്ടായിരുന്നു, പക്ഷെ അപ്പൊ ഇവിടെ മറ്റേ പഴത്തൊലിയല്ല കോടാലി എറിഞ്ഞും അല്ല മഴു എറിഞ്ഞ് കേരളം ഉണ്ടാക്കിയ പരശുരാമന് ഒരു റോളും ഇല്ലേ ഇവിടെ?
അവിടെ ഉണ്ട്. അന്നത്തിനേക്കാളും ഇന്ന് പിണറായി കേരളം കണ്ടുപിടിച്ച പോലെയാണല്ലോ. അനുസരിച്ച് മാറണ്ടേ, മാറ്റങ്ങൾ വരണ്ടേ, ഓരോരുത്തരായിട്ട് ഓരോരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കല്ലേ. കേരളം എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. അങ്ങ് നോർവേയിലും അങ്ങ് ഗ്രീൻലാൻഡിലും ഒന്നും നോക്കണ്ട, കേരളത്തിലോട്ട് നോക്കിയാൽ മതി. കേരളത്തിലോട്ട് നോക്കിയാൽ മതി. എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. കൊതുക് കടിയില്ലാത്ത 10 വർഷം. നിങ്ങൾ കൊതുകിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ? കൊതുകിനെ ഞങ്ങൾ അടിച്ചോടിച്ച് ഞങ്ങൾ തിരുവാതിര. നാട്ടുകാരും ഇങ്ങനെ തിരുവാതിര കളിക്കാൻ തുടങ്ങുന്നുണ്ടെന്നാ കേൾക്കുന്നത്. നാട്ടുകാരുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ശബരിമലയെ കുറിച്ച് ചോദിക്കുമ്പോ ഇതാ പ്രശ്നം. 10 വർഷത്തിന്റെ കണക്കെടുത്തിടും. അതായത് ശബരിമല അറിയത്തില്ലേ അത്? ഇപ്പൊ അതൊന്നും അറിയത്തില്ല. ശബരിമല ഇന്ന് ഇവരുടെ മുഖ്യം പറഞ്ഞ എന്തോന്നറിയാമോ? വി.ഡി. സതീശന്റെ ഇത്തരത്തിലുള്ള അനാവശ്യ ജൽപ്പനങ്ങൾക്കെതിരെ കോടതി മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ എന്ത് ചെയ്ത്? നിങ്ങൾ എന്ത് ചെയ്ത്? അല്ല നിങ്ങൾ ചെയ്തു. കുറ്റപത്രം സമർപ്പിക്കാതെ കള്ളന്മാർക്ക് സ്വാഭാവിക ജാമ്യം കൊടുക്കുന്നു. മനവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അയ്യപ്പന്റെ കോണകം വരെ അടിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ വർത്താനം പറയുന്നത്. ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്നത് മൊത്തം പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി സ്റ്റണ്ട്. പ്രതിപക്ഷത്തിന് ആളാകണം, നാട്ടുകാരെ അറിയിക്കണം ഞങ്ങളിവിടെ ഉണ്ടെന്ന്. അതിന്റെ പബ്ലിസിറ്റി വെറും പബ്ലിക് സ്റ്റണ്ട്. ചുമ്മാ നടപടികൾ നടക്കാൻ സമ്മതിക്കൂല. കൊടിയും കെട്ടിയും ഇറങ്ങിക്കോളും നടുത്തളത്തിലോട്ട്, പ്ലക്കാർഡും പൊക്കിക്കൊണ്ട്. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണ്ടേ? എന്തിനാണ് നമ്മൾ ആണ്ടിലും ആവണിക്ക് എന്തിനാണ് ഇത് കൂടുന്നത്? ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച കളിയാക്കി പറയുമല്ലോ, മറ്റേ കുടുംബശ്രീ നടത്തുന്ന പോലെ ഒന്ന് പറഞ്ഞ് 2-ന് നടുത്തളത്തിൽ ഇറങ്ങും, എല്ലാം കൂടി വെളിയിൽ ഇറങ്ങിപ്പോകും. സാധാരണ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആശ തുണി നോക്കണ്ട. ഞങ്ങളിപ്പോൾ ഭരണപക്ഷത്താണ്. ഞങ്ങൾ പ്രതിപക്ഷത്തോട്ട് ആയിക്കോട്ടെ. ഞങ്ങൾ അടുത്തും ഭരണപക്ഷത്തിന് വരും. ശബരിമലയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് 10 വർഷം ഞങ്ങൾ ഭരണവശത്ത് വീണ്ടും വരട്ടെന്ന്. അപ്പഴത്തേക്ക് അയ്യപ്പനെയും കൂടി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും. ഡാമുകൾ വികസിച്ച അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മറ്റേ എന്തുവായിരുന്നു തിരുനാവായയില് അവിടെ മറ്റേ സംഭവം മഹാമാഘ സംഭവം നടത്തുന്നത്, നിങ്ങൾ അതിനൊക്കെ അങ്ങ് വലിയായിട്ടങ്ങ് രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നാണ്. വല്ലാതെ വിശ്വാസം കൂടുന്നോ നിങ്ങൾക്ക്? കേരളം ഒരു മതേതര അത് പണയാൻ പോലും അറിയത്തില്ല. ആ രാജ്യമാണ്, രാജ്യമോ ആ സംസ്ഥാനമാണ് നമ്മൾ. അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന. ഇപ്പൊ എന്ത് പ്രശ്നം ഇവിടെ? ഓണത്തിനും ക്രിസ്മസിനും ഉറൂസിനും ഒക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഇതിനു മുമ്പ് ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് അല്ല മറ്റേ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുമ്പോ പോലും ഒരു ആശംസ പോലും ഇടാത്ത പലരും ഉണ്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ. അവരൊക്കെയാണ് ഇപ്പോൾ അങ്ങ് മഹാമാഘ ഈ ഭക്തരെയൊക്കെ പിടിച്ച് നടത്തണ്ടേ? വോട്ട് ഒന്നും നടക്കൂലെന്ന്. BJP എല്ലാരും പിടിച്ചോണ്ട് പോണു. ഭക്തരെയല്ല ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ ആമ എന്തായി? അമ്മ ഒരാളെ കാണാനില്ല. തൃശ്ശൂർ മഹാരാജാവിന് എവിടെ പോയോ എന്തോ. കുറെ ആമ ഇങ്ങോട്ട് ഇറക്കിട്ട് എങ്ങോട്ട് പോയോ എന്തോ. കാണട്ടെ. ആമകളൊക്കെ സംഖ്യയായിരുന്നു ഇപ്പൊ ട്രോള്. അതിന് നമുക്ക് കിട്ടി ഉണ്ടപ്പൂരി. നമുക്ക് കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നമ്മൾ കിട്ടിയതൊക്കെ നന്നായിട്ട് തന്നെ നടപ്പിലാക്കാം. രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നു, ഈ കിട്ടിയതൊക്കെ നടപ്പിലാക്കാനുള്ള ആർജവം ഉണ്ടോന്ന്. 10 വർഷത്തെ വികസനം എടുക്കാൻ പറ. അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ രാജീവ് ചന്ദ്രശേഖരനോട് 2 വർത്താനം പറയാനുണ്ട്. നിങ്ങൾ വണച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവിടെ കേരളത്തിലൊന്നും ഒന്നും ഇല്ലെന്ന്. അത് വർത്താനം. അത് ഇനി കേരളത്തിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ ഇമാതിരി വർത്താനം പറയുന്നത്? കേരളമാണ്. മിണ്ടായിക്കോട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ കേരളത്തിൽ ഇരുന്നിട്ടാണോ ഇമാതിരി വർത്താനമൊക്കെ പറയുന്നത്? കേരളം കേട്ടോ മറ്റേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്വർഗമാണ്. സ്വർഗം കേട്ടോ. ഊപ്പിയും ഗുജറാത്തും പോലെ ഒന്നും അല്ല കേരളം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഗുജറാത്ത് മോഡല്. നമ്മൾ കണ്ടോണ്ടിരിക്കുക അതൊക്കെ, നിങ്ങളുടെ ഗുജറാത്ത് മോഡലും ഊപ്പി മോഡലും ഒക്കെ കേട്ടോ. കേരള മോഡൽ. കക്കൂസ് വെള്ളം കുടിച്ച് എത്ര പേരാ മറ്റേ ഇൻഡോറിൽ മരിച്ചത്? വി രാജേഷ് ഇൻഡോർ മാതൃക ഇവിടെ നടപ്പാക്കണമെന്നായിരുന്നു പറഞ്ഞു. എന്ത് കക്കൂസ് വെള്ളം? അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അമ്മാതിരി പണച്ചിലൊന്നും പറയില്ല കേട്ടോ. കേരളം അങ്ങ് വികസിപ്പിച്ചു കളയുമെന്ന്. കേരളം വികസിച്ചോണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇത്രയും കേന്ദ്രം ഞങ്ങളെ ഞെരുക്കിയിട്ടും ഞങ്ങൾ എന്ത് വികസനമാണ് നടപ്പിലാക്കിയത് നിങ്ങൾക്ക് അറിയുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? കേന്ദ്രം ഞെരുക്കുന്നു, സാമ്പത്തികമായിട്ട് ഞെരുക്കിയിട്ടും ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? അതാണ് ഞങ്ങളുടെ വിൽ പവർ. അതെ, ഖജനാവിന്ന് കുറെ എടുത്ത് നക്കുന്നത് നിങ്ങൾ തന്നെ. തുടരും LDF ഭരണം തുടരും. ശരി. പവർക്കട്ടില്ലാത്ത 10 പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ടോ. 10 വർഷം നമ്മള് മൂലമറ്റത്തിന്റെ കണക്കൂടെ പറഞ്ഞിട്ട് വാ. ഒലിക്കട മൂട്.